ഈ ഈ വേദിയിലേക്ക് കയറിയ എല്ലാ ലീഡേഴ്സിനെയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വളരെ സ്നേഹത്തോടെ ഹാർദവുമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അവിടെ ഈശ്വര സാന്നിധ്യം അനിവാര്യമായതിനാൽ നമുക്കെല്ലാവർക്കും നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. യെസ്, ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിൽ കയറിയ എല്ലാ ലീഡേഴ്സിനെയും ഞാൻ വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ശിവരാമൻ, സ്ഥലം ചേർത്തല താലൂക്കിൽ തൈക്കാട്ശ്ശേരി ഗ്രാമപഞ്ചായത്ത്. ഈ ഒരു ആവിഷ്കാരമായി 2 വർഷമായി ഇതിൻ്റെ കൂടെ പ്രവർത്തിച്ചു വരുന്നു. ഇന്ന് നമുക്കിവിടെ ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ ഓറിയന്റേഷൻ എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമുക്കിവിടെ നമ്മുടെ പ്രോഗ്രാമിൽ പ്രതിപാദിക്കുന്നത്. അതായത് ഒരു പുതിയ വ്യക്തി, പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടർ, അദ്ദേഹത്തിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ ക്രമീകരിക്കണം, അതായത് അദ്ദേഹത്തിന് അസോസിയേറ്റ് ചെയ്ത ആ ഒരു അപ്ലൈൻ ലീഡറിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ആ അറിവ് കിട്ടിയതിന് ശേഷം ആ വ്യക്തി അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടർ സ്വന്തമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിനെപ്പറ്റിയെല്ലാം നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ട് പറഞ്ഞു തരുന്നത് ഈ ബിസിനസിന്റെ, അതായത് ഈ ഒരു ബിസിനസ് നെഞ്ചിലേറ്റി എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ, കാരണം അത്രയ്ക്ക് പ്രൗഡായതുകൊണ്ട് എനിക്ക് അത്രയും ഒരു ഇമോഷനായിട്ട് വരുന്നത്. കാരണം അദ്ദേഹം അതിനെ ഒരു പാഷനാക്കി, ഈ ഒരു ബിസിനസ്സിനെ ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിനെ ഒരു പാഷനാക്കി എടുത്ത് അദ്ദേഹത്തിന്റെ സ്വപ്ന വാഹനമായ മേഴ്സിഡസ് ബെൻസ് അച്ചീവ് ചെയ്തുകൊണ്ടാണ്. അത് വെറുതെ അല്ല അച്ചീവ് ചെയ്തത്, അദ്ദേഹത്തിന് ഇന്ത്യയിൽ മൊത്തം ജനങ്ങളെയും അതേപോലെ ഫോറിൻ കൺട്രിയിലും ഒക്കെ നിരവധി നല്ലൊരു ശതമാനം ഡിസ്ട്രിബ്യൂട്ടറിന് അല്ലെങ്കിൽ നല്ലൊരു ശതമാനം കസ്റ്റമർ ക്രിയേഷൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അച്ചീവ് ചെയ്തത്. അതേപോലെ അദ്ദേഹം നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും കൈപിടിച്ച് യേശുക്രിസ്തു പറഞ്ഞതുപോലെ നിന്നെ പോലെ നിന്റെ അയൽക്കാരെയും സ്നേഹിക്കുക, ആ ഒരു കൺസെപ്റ്റിലൂടെ അദ്ദേഹത്തിന്റെ കൂടെ ജോയിന്റ് ചെയ്തിട്ടുള്ള എല്ലാവരെയും കൈപിടിച്ച് നല്ല നല്ല ഉപദേശങ്ങൾ തന്ന്, നല്ല നല്ല അവയർനെസ് തന്ന്, നമുക്കെല്ലാവർക്കും സുപരിചിതനായ കെപ്രോണിത്തയുടെ മണ്ണിൽ നിന്നും അതിശക്തമായി ഈ ഒരു ബിസിനസ് ചെയ്യുന്ന നമ്മുടെ കമ്പനിയുടെ അപ്കമിങ് അംബാസഡർ റാങ്കിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ദ ഗ്രേറ്റ് സുജി സാറാണ്. സുജി സാറിനെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുജി സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു ശ്രീരാമൻ സാർ. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പരിചയപ്പെടുത്തി. എന്തായാലും ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമുക്കറിയാം നമ്മുടെ സമയം നമ്മുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ ഇന്ന് നിങ്ങളുടെ സമയം ചെലവഴിച്ചുകൊണ്ട് ഒരു 45 മിനിറ്റ്സ് സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെലവഴിക്കാൻ തയ്യാറായ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഒരു മലയാള മാസം തുടക്കമാണ് അല്ലെ, ചിങ്ങമാസത്തിന്റെ തുടക്കമാണ്. ചിലർക്ക് വിശ്വാസം ഉണ്ടാവാം, ചിലർക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ മാസത്തിന്റെ ഒരു തുടക്കം നല്ലതാണെങ്കിൽ നമുക്ക് ഈ ഒരു വർഷം തന്നെ നല്ലതാണ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കേണ്ട അല്ലെ, ചിലരിൽ ആ വിശ്വാസം ഉണ്ടാവും. അപ്പൊ ഇന്നെന്തായാലും എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം നേർന്നുകൊണ്ടും ഈ വരുന്ന വർഷം മുഴുവൻ നിങ്ങൾക്ക് സമ്പദ് സമൃദ്ധിയിലേക്ക് അല്ലെ, ചിങ്ങമാസം എന്ന് പറയുന്നത് സമ്പദ് സമൃദ്ധിയുടെ ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നേർന്നുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ഇന്നിപ്പോ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാവരും തന്നെ
പുതിയ ആൾക്കാരല്ല, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട്, അതായത് ഈ ഒരു പ്രോജക്റ്റിലേക്ക് കടന്നു വന്നിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ നേരത്തെ ശിവരാമൻ സാർ സൂചിപ്പിച്ച പോലെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഒന്ന് ക്രമീകരിക്കണം, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ സബ്ജക്റ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മൾ പറയുന്ന ചെറിയ കാര്യങ്ങൾ ആർക്കെല്ലാമാണോ ഉൾക്കൊള്ളാൻ കഴിയുന്നത്, ആരെല്ലാമാണോ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുന്നത്, അവരായിരിക്കും ലൈഫിലേക്ക് സക്സസ് ആയിട്ട് വരിക. നമ്മളെപ്പോഴും, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആരും തന്നെ വലിയ വലിയ മരത്തിൽ തട്ടി വീഴാറില്ല, ചെറിയ ചെറിയ കുറ്റികളിൽ തട്ടിയായിരിക്കും നമ്മൾ വീഴുക, അല്ലെ? കാരണം അത് നമ്മൾ ശ്രദ്ധിക്കില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് അതിന് വലിയ വാല്യൂ കൊടുക്കില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഈവൻ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത് പോലും നമ്മളൊരു ചില കാര്യങ്ങൾക്ക് വാല്യൂ കൊടുക്കാതെ വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച് വളരെ നിസ്സാരമായിട്ട് ചെറുതായിട്ട് നമ്മൾ തള്ളിക്കളയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് ക്രമീകരിക്കാൻ സാധിച്ചാൽ ലൈഫിൽ നമുക്ക് വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് സർവേശ്വരൻ നമ്മളെ എല്ലാവരും എത്തിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഞാനൊന്ന് സ്ക്രീൻ ഷെയറിംഗിലേക്ക് പോവാം. യെസ്, സ്ക്രീൻ ക്ലിയർ ആണല്ലോ അല്ലെ? കാണാം സർ, ക്ലിയർ ആണ്. ക്ലിയർ ആണ്, ഓക്കെ. അപ്പൊ എല്ലാവരും ഒന്ന്, നമ്മളൊരു സൂം പ്ലാറ്റ്ഫോം ആണ്, പ്രത്യേകിച്ച് NDO, ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ്. നമ്മളൊരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് കടന്നു വരുന്ന ഒരാളെ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് ലൈവായിട്ട് ചെയ്യേണ്ട പ്രോഗ്രാമാണ്. കാരണം നമുക്ക് ഫിസിക്കലി ചെയ്യേണ്ടതാണ് ട്രെയിനിങ് പ്രോഗ്രാം, അതാണ് NDT. നമ്മൾ NDO എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓറിയന്റേഷൻ തരികയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ കെയർ ചെയ്യണം, ഇങ്ങനെയുള്ള ഒരു ഓറിയന്റേഷൻ ആണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളെ എല്ലാവരെയും വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഹാപ്പിനെസ്, ഈ ഒരു ഹാപ്പിനെസിന്റെ ഒരു ലോകത്തിലേക്ക് തന്നെ എല്ലാവരും ക്ഷണിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ഹാപ്പിനെസ് വേൾഡിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് സമാധാനമാണ്, പീസ്, അല്ലെ? പലപ്പോഴും പലർക്കും നല്ല രീതിയിൽ സാമ്പത്തികമുള്ള ആൾക്കാരുണ്ടാവാം, പക്ഷെ സാമ്പത്തികം കൊണ്ട് മാത്രം കാര്യമില്ല, സമാധാനം ഇല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ നമുക്ക് പീസ്, ഹെൽത്ത് ആൻഡ് വെൽത്ത്, ഇത് മൂന്നും കൂടി ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ അത് മൂന്നും കൂടി ചേർന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സക്സസിലേക്ക് നടന്നു കയറാൻ സാധിക്കും. അപ്പൊ ആ ഒരു ഇതിലേക്ക് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്തിരിക്കണം. നമ്മൾ ഏതൊക്കെ രീതിയിലാണ്, അതായത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും സാധ്യതയുണ്ട്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലാണോ നമ്മൾ കൈ കൊടുത്തിരിക്കുന്നത്? അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട കാര്യം, ഓരോ ദിവസം ചെല്ലും തോറും ഗ്രോ ചെയ്യുന്ന ഒരു ബിസിനസ്സിലാണോ നമ്മൾ കടന്നിട്ടുള്ളത്, ഗ്രോത്ത് ഉള്ളതാണോ, അല്ലെങ്കിൽ എന്നും ഒരേ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണോ? ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അടുത്ത ജനറേഷന് കൂടി സാധ്യതയുള്ള ഒരു ബിസിനസ്സിലാണോ നമ്മൾ കൈവച്ചിട്ടുള്ളത്? ഈ മൂന്ന് ഘടകങ്ങൾ നമ്മൾ ഒരു മേഖലയിലേക്ക് കടക്കുമ്പോൾ, ഇപ്പൊ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പ്രോജക്റ്റിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് കമ്പൾസറി സെയിൽ വരാം, ആൾക്കാർ നിർബന്ധിച്ച്, അല്ലെങ്കിൽ ഞാൻ വന്നു എന്റെ വേണ്ടപ്പെട്ട വ്യക്തിയോട് ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് വരാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് കടന്നു വരാം. ചിലപ്പോൾ ഒരു പക്ഷെ ഒബ്ലിഗേറ്ററി സെയിൽ, ഒരു കടപ്പാടിന്റെ രീതിയിൽ കടന്നു വരാം. ഇമോഷണൽ വേയിൽ പലരും അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കുന്നു, നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരെ കാണുമ്പോൾ എനിക്കും നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്ന് ചിന്തിച്ച് കടന്നു വരുന്നവരുണ്ടാവാം. നാലാമത് അണ്ടർസ്റ്റാൻഡിങ് വേ, അത് വളരെ ചുരുക്കമാണ്. ഒരു 20% ആൾക്കാർ മാത്രമേ അണ്ടർസ്റ്റാൻഡിങ് വേയിലൂടെ ഈ പ്രോജക്റ്റിലേക്ക് കടന്നു വരാറുള്ളൂ. ബാക്കി 40% കടന്നു വരുന്നത്, 80% കടന്നു വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ 3 കാറ്റഗറി വഴിയാണ്. അപ്പൊ NDOയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഓറിയന്റേഷൻ കൊടുത്തുകൊണ്ട് ഈ 80% കാറ്റഗറിയിൽപ്പെട്ട വ്യക്തികളെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് വേയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ വന്ന മേഖല, കടന്ന് എത്തിയ മേഖല ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിക്ക് സാധ്യതയുണ്ടോ,
ഒരു മെസ്സേജ് വന്നു. ചിലർക്ക് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റൂ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ക്ലിയർ ആയില്ല. ഓക്കെ, എനിവേ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നവരെല്ലാം ക്യാമറ ഓൺ ചെയ്ത് വെക്കുക. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇതൊരു സൂം പ്രോഗ്രാമാണ്, ഓൺലൈനിൽ ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഒരു ഇന്ററാക്ഷൻ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇഷ്ടപ്പെടുന്ന സമയങ്ങളിൽ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യാം, റിയാക്ഷൻസ് ഒക്കെ ഇടാം. അപ്പൊ നമുക്ക് ബോറടി ഉണ്ടാവില്ല. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. ഓക്കെ, നോ പ്രോബ്ലം. പറ്റുന്നവരൊക്കെ ഓൺ ചെയ്യൂ. ഇടയ്ക്കിടയ്ക്ക് തമ്പും നിങ്ങളുടെ ഇമോജീസ്, സിമ്പിൾസ് ഒക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ സന്തോഷമാണ്. നമുക്ക് ആ ഒരു ഇന്ററാക്ഷൻ കിട്ടാൻ ഏറ്റവും നല്ലതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു ഇൻഡസ്ട്രിയിലാണോ, ഡേ ബൈ ഡേ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്ന ഒരു ബിസിനസ് ആണോ, ആ നെക്സ്റ്റ് ജനറേഷൻ കൂടി ഡെവലപ്പ് ചെയ്യാൻ സാധ്യത ഉള്ളതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ റെവല്യൂഷൻ, ഇപ്പൊ കഴിഞ്ഞ നമുക്ക് 2000 കാലഘട്ടം തൊട്ടിട്ടുള്ള ആ ഒരു റെവല്യൂഷനെ കുറിച്ച് നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാം. അവിടെ നമ്മൾ നോക്കി അറിയാൻ സാധിക്കും, ഒരു 10% ആൾക്കാർ മാത്രമേ ആ ഒരു 2000 കാലഘട്ടത്തെ ആ ഒരു ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഒരു 10%മാണ് അപ്പർ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നത്. അതായത് നമ്മൾ പറയും ഭയങ്കര ധനികരാണ്, ഭയങ്കര സാമ്പത്തികമായിട്ട് ഭയങ്കര ഫിനാൻഷ്യൽ ഫ്രീഡം എൻജോയ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വെറും 10%ആയിരുന്നു. ലോവർ ഇതിലേക്ക് വരുന്നത് ഒരു 20%ആയിരുന്നു. ഒരു 70% എന്തായിരുന്നു? 70% മിഡിൽ ക്ലാസ് റേഞ്ചിലുള്ള വ്യക്തികളായിരുന്നു. നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഉള്ളവനും ഇല്ലാത്തവനും അതിൻ്റെ ഇടയ്ക്കൊരു സംവിധാനമാണ് ഏറ്റവും ഡേഞ്ചർ. കാരണം എന്താ, മിഡിൽ കാറ്റഗറിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് അവന്റെ ലൈഫ് സ്റ്റൈൽ നിലനിർത്താനും അതൊക്കെ മുന്നോട്ട് ജീവിക്കാനും ആ ഒരു സമൂഹത്തിൽ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികം വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. 2035 വലിയ വലിയ നമ്മൾക്കറിയാൻ സാധിക്കും, ഫിനാൻഷ്യലി ഗ്രോ ചെയ്ത രാജ്യങ്ങളിലെ രീതി എടുത്ത് പരിശോധിച്ചാൽ അവിടെയൊക്കെ സംഭവിച്ചതും ഇത് തന്നെയാണ്. ഇനി നമുക്ക് 2035 ഇവിടെ സംഭവിക്കാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം 40% എന്ന് പറയുന്നത് ഹൈ ക്ലാസ് റേഞ്ചിലേക്കും 60% എന്ന് പറയുന്നത് ഓർഡിനറി ക്ലാസ്സിലേക്കും മാറും. ഈ ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് അവിടെ ഇല്ലാണ്ടാവുകയാണ്, കട്ടാകാൻ പോവുകയാണ്. ഒന്നുകിൽ നമുക്ക് ഉള്ളവനാകാം, ഇല്ലെങ്കിൽ നമുക്ക് ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറാം. നിങ്ങൾക്ക് തീരുമാനിക്കാം ഏതിലേക്ക് പോകണം എന്നുള്ളത്. കാരണം ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നിട്ട് പുതിയ റിസൾട്ട് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്രോജക്റ്റിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കാരണം ഇന്ന് ഈ ഒരു റെവല്യൂഷനൊക്കെ നമ്മളെ സൂചിപ്പിക്കുന്നതിന് കുറച്ച് ഘടകങ്ങൾ കൂടി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഉദാൻ പ്രോജക്റ്റ് എന്ന് പറയും. നമുക്കറിയാം, ഇന്ന് ചെറിയ ചെറിയ എയർപോർട്ടുകൾ പല സ്ഥലങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ വന്ദേ ഭാരത് പോലുള്ള സർവീസുകൾ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എക്സ്പ്രസ് വേകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ നിര തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഘടകമായി മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്ന് സാധാരണ ഫാമിലികളിൽ എടുത്തു നോക്കിയാൽ പോലും അവർ ടൂറിനെ കുറിച്ച്, പണ്ടൊക്കെ നമ്മൾ ടൂറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഊട്ടി, കൊടൈക്കനാല് അല്ലെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചിന്തിച്ചതെങ്കിൽ ഇന്ന് തായ്ലൻഡ്, മലേഷ്യ, ദുബായ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് ടൂറ് പോകണമെന്ന അല്ലെങ്കിൽ പോകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നമുക്കൊരു മാറ്റം വന്ന് നമ്മളൊരു അപ്പർ ക്ലാസ്സിലേക്ക് മാറിയില്ല എങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പുതിയ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറും. അപ്പൊ അതുകൊണ്ട് നമ്മളാണ് തീരുമാനമെടുക്കുന്നത്. നമുക്ക് ഏത് കാറ്റഗറിയിലേക്ക് മാറണം എന്നുള്ളത് നമ്മൾ കുറച്ച് തീരുമാനമെടുക്കുക. അതിനുവേണ്ടി നമ്മൾ ഇതിനൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുക. കാരണം ഓരോ കാലഘട്ടത്തിലും ഓരോ റെവല്യൂഷൻ നടന്നിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം 1940 തൊട്ടിട്ട് 60 കാലഘട്ടം എന്ന് പറയുന്ന അഗ്രികൾച്ചറാണ്. കാർഷികമായി ബന്ധപ്പെട്ട്, കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേഖലയായിരുന്നു ഏറ്റവും സക്സസ് ആയത്. അന്ന് സ്ഥലങ്ങളൊക്കെ ഒരുപാടുള്ളവരെ സംബന്ധിച്ച് ജന്മികൾ എന്ന് നമ്മൾ പറയും. ജന്മികളെ സംബന്ധിച്ച് അവന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതിന് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു ഗ്രോത്ത് കാണിച്ചിരുന്ന ആ ഒരു ടൈമാണ് 1940 മുതൽ 60 കാലഘട്ടം. 60 മുതൽ 80 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലേക്ക് നമ്മൾ കടന്നു.
പല പല ഇൻഡസ്ട്രികൾ വരാൻ തുടങ്ങി, വളരെ വലിയ വികസനങ്ങളിലേക്ക് മാറി തുടങ്ങി. ആ കാലഘട്ടം അതിൻ്റെ ആയിരുന്നെങ്കിൽ 80 മുതൽ 2000 കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും ഇലക്ട്രോണിക്സ് യുഗമായിട്ട് മാറി. എന്നാലോ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നു? കഴിഞ്ഞ 2000 മുതൽ 2020 കാലഘട്ടം എന്ന് പറയുന്നത് IT ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടമായിരുന്നെങ്കിൽ ഇനി 20 മുതൽ 40 വരെയുള്ള കാലഘട്ടം, ഇനി അങ്ങോട്ടേക്ക് ഏറ്റവും കൂടുതൽ റെവല്യൂഷൻ, ഓരോ 20 വർഷവും നമ്മൾ ചേഞ്ചസ് നോക്കിയാൽ ആ ഒരു, ഇന്നിപ്പോ IT മേഖല ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, IT മേഖലയുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കാണിക്കുന്ന ഒരു സമയത്തെ കുറിച്ചാണ് സംസാരിച്ചത്. ഇനി ഏറ്റവും കൂടുതൽ അടുത്തൊരു 20 വർഷക്കാലത്തെ ഹൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വെൽനസ്, ഡിജിറ്റലൈസേഷൻ ആൻഡ് ഫിനാൻസ്, ഈ ഒരു മേഖലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കാൻ പോകുന്ന, ഫിനാൻഷ്യൽ റെവല്യൂഷൻ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കാൻ പോകുന്ന ഒരു മേഖലയായിട്ട് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇതുവരെ നമ്മൾ ശീലിച്ചുകൊണ്ടിരുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു കച്ചവട രീതിയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതേ ഉള്ളൂ. ട്രഡീഷണൽ മാർക്കറ്റിംഗ്, എന്തെങ്കിലും ഒരു ഉൽപ്പന്നം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോകുന്നു, പൈസ കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു. ഇതാണ് നമ്മൾ ഇതുവരെ ശീലിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ ആരും ചിന്തിക്കാത്ത അല്ലെങ്കിൽ ചിന്തിക്കാൻ മെനക്കെടാത്തൊരു കാര്യമുണ്ട്. ആ ഒരു, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ 100 രൂപ മുടക്കി നമ്മളൊരു സോപ്പ് വാങ്ങുന്നു. ആ സോപ്പ് ആ ഷോപ്പിൽ ഉണ്ടാക്കിയതാണോ? ഒരിക്കലുമല്ല. ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഒരു മാനുഫാക്ചർ ഉണ്ടാക്കിയ ഉൽപ്പന്നം ഒരു 40% പ്രോഫിറ്റും അതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റും എല്ലാം കൂടി ഒരു 40% മാനുഫാക്ചർക്ക് പോകുന്നു എന്നുള്ളതാണ്. പിന്നീട് ഒരു 40% വരുന്നത് ഇതിന്റെ ഇടയിൽ ഇത് ആ ഷോപ്പിലേക്ക് എത്താൻ വേണ്ടുന്ന കുറച്ച് ഇടനിലക്കാരെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. C&F ഏജന്റും അതുപോലെ തന്നെ ഹോൾസെയിൽ ഡീലർ, റീറ്റെയിൽ, അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ തന്നെയുണ്ട്. നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ തുടങ്ങി സ്റ്റേറ്റ് വൈസ് ഡിസ്ട്രിബ്യൂട്ടർ തുടങ്ങി, ഇങ്ങനെ ഒരു ബ്രാൻഡ് കൂടുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് ഇടനിലക്കാരുടെ എണ്ണം കൂടാറുണ്ട്. അവിടെ ഒരു 40% അതിലേക്ക് പോകും. നമ്മൾ ഈ MRP എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഓരോ ഉൽപ്പന്നത്തിന്റെയും 40% മാനുഫാക്ചർക്കും 40% ഇടനിലക്കാർക്കും ഒരു 20% എന്ന് പറയുന്നത് ഈ ബ്രാൻഡ് നെയിം നമ്മളെ പഠിപ്പിക്കുന്നത് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ഒരു മേഖലയാണ്. ഈ അഡ്വർടൈസ്മെന്റിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സെലിബ്രിറ്റീസ് ആണ്. അവർക്ക് നല്ലൊരു പ്രോഫിറ്റ് കൊടുക്കാതെ അല്ലെങ്കിൽ നല്ലൊരു പേയ്മെന്റ് കൊടുക്കാതെ ഒരിക്കലും ഒരു സെലിബ്രിറ്റി എന്ത് ചെയ്യില്ല, ആ ബ്രാൻഡിന്റെ അംബാസഡർ ആവില്ല. എന്നാൽ ഡയറക്ട് സെല്ലിംഗിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെയും ഉണ്ട് 40% മാനുഫാക്ചർ ഇല്ലേ. ഈ പറയുന്ന ബാക്കി 60% പോകുന്നത് നമ്മളെ പോലുള്ള ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് തന്നെയാണ്. കാരണം ഇവിടുത്തെ ഇടനിലക്കാരെന്ന് പറയുന്നത് നമ്മളെ പോലുള്ള ഓരോ വ്യക്തികളാണ്. കാരണം എന്താ, ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് ആദ്യം കടന്നു വന്നപ്പോൾ ഒരു കസ്റ്റമർ ആയിരുന്നു, അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ടറായി, അതോടൊപ്പം തന്നെ അവിടുന്ന് പതുക്കെ പതുക്കെ ഓരോരോ ഇന്റർമീഡിയറ്റ്സിന്റെ ഓരോ റോളുകൾ എടുക്കാൻ തുടങ്ങി. അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് നമ്മളാണ് ഇന്ന് ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ. ഇന്ന് ഓക്സിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓക്സിയുടെ ബ്രാൻഡ് അംബാസഡർ നിങ്ങൾ ഓരോരുത്തരുമാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളാണ് പറയുന്നത് ഈ ഉൽപ്പന്നം ഉപയോഗിച്ചപ്പോൾ നല്ലതാണ്, റിസൾട്ട് ഉണ്ട്, ഇത് ഉപയോഗിക്കാം. എപ്പോഴും വേർഡ് ഓഫ് ദ മൗത്ത് അഡ്വക്കസി എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായ ഒരു പരസ്യ മാർഗമാണ്. കാരണം ഒരു എക്സാമ്പിളോട് ഞാൻ പറയാം. എല്ലാ സിനിമയ്ക്കും പരസ്യങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ പരസ്യം കണ്ടൊരു സിനിമ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത് തൊട്ട് മുമ്പ് നമ്മളുടെ ഒരു സുഹൃത്ത് പറയുകയാണ് ആ പടം കൊള്ളില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു പക്ഷേ ഒരു 90% ആൾക്കാർ ആ പടം കാണാൻ പോവില്ല. അപ്പൊ അവരെത്ര പൈസ മുടക്കി അഡ്വർടൈസ്മെന്റ് ചെയ്താലും വേർഡ് ഓഫ് ദ മൗത്ത് അഡ്വക്കസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ട് വരുന്ന വ്യക്തികൾ നമ്മൾ ഓരോരുത്തരുമാണ്. ഇവിടുത്തെ ഇന്റർമീഡിയറ്റ്സ് ആയിട്ട് വരുന്ന ഓരോ വ്യക്തികൾ നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ 60% നമ്മളിലേക്ക് തന്നെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു മഹത്തരമായ ഒരു അവസരമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പൊ നമുക്ക് ഒരു കമ്പനി, ഡയറക്ട് സെല്ലിംഗ് കമ്പനി, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വിഷയം. നമ്മൾ ആശയക്കുഴപ്പത്തിലാകുന്നത് ഇവിടെയാണ്. ഏതാണ് ഒരു നല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ അറിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ കൂടുതൽ അവയർനെസ് ആയി തുടങ്ങി, ആൾക്കാരെല്ലാം അലേർട്ട് ആയി തുടങ്ങി. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ
നമ്മൾ ഡയറക്ട് സെല്ലിംഗ് കമ്പനി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇൻഡസ്ട്രിക്ക് സ്കോപ്പ് ഉണ്ടോ എന്ന് ആദ്യം നമ്മൾ ഒന്ന് സ്റ്റഡി ചെയ്യണം. ഇൻഡസ്ട്രിക്ക് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും സ്കോപ്പുള്ള, അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു അല്ലെ, അടുത്ത ഒരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. അതുപോലെ തന്നെ കമ്പനി, നമ്മൾ സെലക്ട് ചെയ്യുന്ന കമ്പനിയുടെ പ്രൊഫൈൽ, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് ഭാഗ്യവാന്മാരാണ്. കാരണം എന്താണ്, അത്രയ്ക്കും നല്ല ഒരു കമ്പനിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം ഇത്രയും നല്ല പ്രോഡക്റ്റുകൾ ഡീൽ ചെയ്യുന്ന, അത് ഇവിടെ പറയുന്നുണ്ട്, സ്പെഷ്യാലിറ്റി ഓഫ് പ്രോഡക്റ്റ്, അതുപോലെ തന്നെ ലീഗാലിറ്റി. 2018 കമ്പനി ഫോം ചെയ്യുന്നതിന് തലേ ദിവസമാണ് അതിന്റെ എന്തുണ്ടാവുന്നത്, ഗൈഡ് ലൈൻസ് വരുന്നത്. അതിന്റെ പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്, ലീഗലി പക്ക. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ, 10ഓളം വരുമാനം തരുന്ന വളരെ മനോഹരമായ പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാനോട് കൂടി, ഫസ്റ്റ് പർച്ചേസ് പ്ലാനോട് കൂടി ഏതൊരാൾക്കും സിമ്പിൾ ആയിട്ട് കടന്നു വന്നുകൊണ്ട് വളരെയധികം വരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്ന, സിമ്പിൾ ആയിട്ട് വളരെയധികം വരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ. അതുപോലെ തന്നെ ടെക്നോളജി, നമ്മൾ AI വരെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ടെക്നോളജിയും ഇതുമെല്ലാം നമുക്ക് ഏകദേശം ഒരേപോലെ വന്നു നിൽക്കുന്ന ഒരു അവസരത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനും നിങ്ങളും മാറിക്കഴിഞ്ഞിരിക്കുന്നത്. യൂസ് ദ ഓപ്പർച്യൂണിറ്റി. അപ്പൊ നമുക്ക് അടുത്ത ഹിസ്റ്ററി അല്ലെ, എന്താണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഹിസ്റ്ററി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്നലെ പൊട്ടിമുളച്ചൊരു സംവിധാനമാണോ ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. 1940-കളില് അമേരിക്കയിൽ ഉടലെടുത്ത ഒരു വിപണന തന്ത്രമാണ് ഈ പറയുന്ന ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഏകദേശം 70 കാലഘട്ടം, 60-70 കാലഘട്ടമായ സമയത്ത് ഇത് ബാൻ ചെയ്തു. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഇവിടെയൊക്കെ സംഭവിച്ച പോലെ തന്നെ അവിടെയും ഫ്രോഡ് കമ്പനികൾ കടന്നു വരാൻ തുടങ്ങി. ആ സമയത്ത് സ്ക്രൂട്ടനിങ്ങിന് വേണ്ടിയിട്ട് ബാൻ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് 2011-ൽ. പക്ഷെ അതിനുശേഷം 16-ൽ ഗൈഡ് ലൈൻസ് വരികയും വളരെ ശക്തമായിട്ട് ഇന്ന് നിയമത്തിന് വിധേയമായി തന്നെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. പക്ഷെ 1979 കൂടി അവിടെ നമുക്ക് ഫെഡറൽ കോർട്ട് അപ്രൂവൽ വിദേശ രാജ്യങ്ങളിൽ കിട്ടിയോടുകൂടി, അമേരിക്കയിൽ കിട്ടിയോടുകൂടി ഇത് ഭയങ്കരമായിട്ട് ഫ്ലറിഷായി. ആ സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ലീഗലൈസ് ആയിട്ടും അതുപോലെ തന്നെ ടെക്നോളജി വൈസ് ആയിട്ടും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സമയമായി. ഇന്ന് സുഹൃത്തുക്കളെ നമ്മൾ നോക്കിയാൽ അറിയാൻ സാധിക്കും, ഇന്ന് ഇതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ സാഹചര്യങ്ങൾ മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം 2020-ലെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വേൾഡ് ടേൺ ഓവർ 14 ട്രില്യൺ ആണ്. അപ്പൊ അത് ഇനി അതുക്കും മീതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു വേൾഡിൽ ഒരു 16 പേരെടുത്താൽ അതിൽ ഒരാൾ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന വ്യക്തികളാണ്, ഒരു വ്യക്തിയാണ്. 16 പേരിൽ ഒരാൾ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് 195 രാജ്യങ്ങൾ, 170 രാജ്യങ്ങളിലും ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു പവർ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ കുറച്ച് ഫോട്ടോസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യം കാണുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് റൊണാൾഡ് ട്രംപ്. ട്രംപ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനി സ്വന്തമായി റൺ ചെയ്യുന്ന നമ്മുടെ മുൻ അമേരിക്കൻ പ്രസിഡന്റ്. അടുത്തത് വാരൻ ബഫറ്റ്, നമുക്കറിയാം അല്ലെ, വലിയ ഒരു ഇൻവെസ്റ്റർ ആണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് 2-3 ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുണ്ട്. മറ്റൊരു ഫോട്ടോ എന്ന് പറയുന്നത് ബിൽ ഗേറ്റ്സ് അല്ലെ. നമ്മൾ ആദ്യമായിട്ട്, എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, ലോക കോടീശ്വരൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അറിയപ്പെട്ട ഒരു വ്യക്തിത്വം കൂടിയാണ് ബിൽ ഗേറ്റ്സ്. പക്ഷെ അദ്ദേഹം ഒരു മീഡിയയുടെ ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, നിലവിലുള്ള എൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും പോയി ഒന്നേന്നൊരു പ്രോജക്റ്റ് തുടങ്ങേണ്ട ഒരു ആവശ്യകത വന്നാൽ ഐ വുഡ് ചൂസ് ഡയറക്ട് സെല്ലിംഗ് എന്നാണ്. അതുപോലെ തന്നെ ദക്ഷയാഗ, നമ്മൾ ഇന്ന് റോൾ മോഡലായിട്ട് ഡയറക്ട് സെല്ലിങ്ങിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. 3600 കോടിയിലധികം ഡയറക്ട് സെല്ലിങ്ങിലൂടെ സമ്പാദിച്ച വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹം ജീവനോടെ ഇല്ല. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ ഐഡിയയിലൂടെ അദ്ദേഹത്തിന്റെ മക്കൾക്ക് ആ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് നമ്മുടെ ഇവിടേക്ക് അപ്രൂവൽസ് വന്നത് നമുക്കറിയാൻ പറ്റും. മോദിജിയുടെ ആ ഒരു ഇതില് രാംവിലാസ് പാസ്വാന്റെ നേതൃത്വത്തിൽ, അന്നത്തെ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരുന്നു. അന്ന് നമ്മുടെ കേരളത്തിൽ നോക്കുമ്പോൾ പിണറായി വിജയൻ, ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ CM, അതുപോലെ തന്നെ തിലോത്തമൻ, അന്ന് സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നു. ഇവരുടെ എല്ലാവരുടെയും ഒരു കയ്യൊപ്പോടു കൂടി തന്നെ ഇവിടെ നമുക്ക് ഗൈഡ് ലൈൻസും മറ്റു കാര്യങ്ങളും വന്നു. അതിൽ ലാസ്റ്റ് ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്
ജോസഫ് തോമസ് പൂങ്കുഴി എന്ന് പറയുന്ന വ്യക്തി മറ്റാരുമല്ല, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് നമുക്ക്. അവരാണ് ഈ ഗൈഡ് ലൈൻസും കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ സർട്ടിഫിക്കറ്റ്സ് ട്രെയിനിങ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ യൂണിയന്റെ ഒരു സപ്പോർട്ട്, എല്ലാ യൂണിയനുകളും, INTUC ആയിക്കോട്ടെ, അതുപോലെ തന്നെ CITU ആയിക്കോട്ടെ, BMS ആയിക്കോട്ടെ, ഇന്ന് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന യൂണിയനുകളുടെ എല്ലാം ഒരു കൈകടത്തലോടുകൂടി അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു കരസ്പർശത്തോടു കൂടി ഇന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ഇന്ത്യയിൽ ഇതിന് സ്കോപ്പ് ഉണ്ടോ? ഡയറക്ട് സെല്ലിങ്ങിന് എന്താണ് സ്കോപ്പ്? നമുക്ക് ഇനി വരാൻ പോകുന്ന, അതായത് ഇതിന്റെ യഥാർത്ഥ ഒരു ഗോൾഡൻ ഇറ സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് ആണ്. നമുക്കറിയാം, ഒരു 6 മാസത്തോടെ കഴിഞ്ഞാൽ, 5 മാസത്തോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഡിസംബർ കഴിഞ്ഞ് ജനുവരി ആകുന്ന 2025 പിറവിയാണ്. അവിടെയാണ് ഇതിന്റെ ഗോൾഡൻ ഇറ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമുക്കതിന്റെ വ്യത്യാസങ്ങളൊക്കെ കണ്ടു തുടങ്ങി. നമുക്കതിനെ എന്താ പറയാ, ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പണ്ടുണ്ടായിരുന്നതിൽ നിന്ന് ഡയറക്ട് സെല്ലിങ്ങിന്റെ ആ ഒരു ഗതി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് പലർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇവിടെ നമ്മൾ ലീഗലൈസ് ആയി, ടെക്നോളജി, പുതിയ സബ്ജക്റ്റ് ഒക്കെ വരാൻ പോകുന്നുണ്ട്, പുതിയ ലിസ്റ്റ് വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ വെൽനെസ്സിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളായിട്ട് ഓരോരുത്തരും മാറി തുടങ്ങുന്നു. ഫിക്കിയും KPMG പോലുള്ള റിപ്പോർട്ടുകൾ പറയപ്പെടുന്നത് 2025 64,500 കോടിയിലധികം ടേൺ ഓവർ, 1 ട്രില്യൺ, 2027 അത് 1 ട്രില്യണിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു. ഇതൊക്കെ കണക്കുകളാണ് കേട്ടോ. ഈ കണക്കുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2020, 2027 കാലഘട്ടങ്ങളിൽ ഏകദേശം 10,000-ലധികം കോടിപതികൾ ഉണ്ടാകാൻ പോകുന്നു. 1,500-ലധികം ഇപ്പൊ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇനിയും വേക്കൻസി കിടക്കുകയാണ്. നമുക്ക് ഇന്ന് ഈ ഇരിക്കുന്ന സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവർക്കും അതിനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് തെളിവാകുന്നത്. ഇന്ന് ഇന്ത്യയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ വേൾഡിൽ എന്താ പറഞ്ഞത്, 16 പേരെടുത്താൽ ഒരാളാണ് ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് നമ്മൾ ഇന്ത്യയിൽ നമ്മൾ കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു 106 പേരിൽ നിന്ന് ഒരാള് ഈ പറയുന്ന ഡയറക്ട് സെല്ലിംഗിൽ ഉണ്ടാവും. 2035 കൂടി ഇതിന്റെ സുവർണ കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ യൂത്ത്, ഇപ്പൊ നമ്മുടെ യൂത്ത് മുഴുവൻ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴേ റിപ്പോർട്ടുകൾ വന്നു തുടങ്ങി, ഇനി മൈഗ്രേഷൻ പോയിട്ട് കാര്യമില്ല, മൈഗ്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. പലരും അവിടെ ചെന്നിട്ട് PR കിട്ടാതെ തിരിച്ചു വരുന്ന സാഹചര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇനി ഏറ്റവും കൂടുതൽ സാധ്യതയാണ് യൂത്ത് കടന്നു വരാൻ പോകുന്ന, അല്ലെങ്കിൽ യൂത്തിനെ ഇവിടെ നിലനിർത്താൻ പോകുന്ന ഒരു സംരംഭമായിട്ട് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ്, ഈ ഒരു പ്ലാറ്റ്ഫോം മാറും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഇത് തിരിച്ചറിയാം? ഒരു ജെനുവിൻ കമ്പനി ഏതാണ്? നമ്മുടെ സബ്ജക്ട് അതാണ്. നമ്മളെ സംബന്ധിച്ച് ഈ മേഖലയായിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പലരും പഴയ പല കഥകളൊക്കെ പറയും, ഇല്ലീഗൽ കമ്പനികളുടെ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണം എങ്ങനെയാണ് ഒരു ജെനുവിൻ കമ്പനി നിങ്ങൾ സെലക്ട് ചെയ്ത്, ഒരാൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യരുത് ഞാൻ സെലക്ട് ചെയ്ത കമ്പനി ജെനുവിൻ ആണോ അതോ ലീഗൽ അല്ലേ ഇല്ലീഗൽ ആണോ എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് തോന്നിയാൽ നമുക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു പ്രോഡക്റ്റ് ഒരാൾക്ക് കൊടുത്തു, ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചു, ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ വെച്ച് അടുത്തൊരാളുടെ അടുത്ത് നമുക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കമ്പനിയാണ്, അല്ലെങ്കിൽ നല്ല ഒരു ലീഗൽ ആയിട്ട് മുന്നോട്ട് പോകുന്ന കമ്പനിയായിട്ട് നമുക്ക് കരുതാം. അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള, നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണോ? പല നല്ല കമ്പനികളും ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഒരിക്കലും ഒരു സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. അതുപോലെ സെലിബ്രിറ്റീസിനൊക്കെ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു നമ്മുടെ സൊസൈറ്റിക്ക് അത് അഫോർഡബിൾ ആണോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അതുപോലെ കസ്റ്റമറുടെ ചോയ്സിനനുസരിച്ച് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പ്രോഡക്റ്റുകൾ യൂണിക് പ്രോഡക്റ്റ് ആണോ? സയന്റിഫിക്കലി അത് ബിസിനസ് പ്ലാൻ ഒക്കെ നമുക്ക് പല കമ്പനികളും പറയുന്നത്, ചില കമ്പനികളുടെ പ്ലാൻ ഒക്കെ പറഞ്ഞതിന് ശേഷം ഇത് എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി അതൊക്കെ കൊടുക്കാൻ പറ്റുമെന്നാണ്. അത് മുന്നോട്ട് പോവില്ല. സയന്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം, ഇത്ര എമൗണ്ട്, ഇത്ര ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നു, ഇത്ര പെർസെന്റേജ് കൊടുക്കാൻ പറ്റുന്നു, അത് ഓരോ ഡിവിഡൻഡും ഇന്നതിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്നു എന്ന് സയന്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്ത് പറയാൻ പറ്റണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതുവരെയുള്ള നമ്മൾ നോക്കി അറിയാൻ പറ്റും GST, TDS പോലുള്ള കാര്യങ്ങൾ,
അതിൽ എന്തെങ്കിലും തടസ്സം നേരിട്ടിട്ടുണ്ടോ, പ്രോംപ്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ്, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കറക്റ്റ് ആണോ, TDS കറക്റ്റ് ആണോ, GST ഇതൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ ആ കമ്പനി അതിവിദൂരം മുന്നോട്ട് പോകില്ല. അത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലീഗൽ ആയിട്ടുള്ള കമ്പനികൾ എപ്പോഴും നമ്മുടെ മുന്നിലേക്ക് എത്തുക സ്കീമുകളുമായിട്ടാണ്. 1 ലക്ഷം ഇട്ടോ എല്ലാ മാസവും 10,000 വെച്ച് കിട്ടും, കിട്ടില്ല. ഇന്ന് പല ആൾക്കാരും ഓഫർ ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറമാണ്. അതൊക്കെ നമ്മളുടെ പൈസ തന്നെ ഇട്ടുള്ള റൊട്ടേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അത് ഒരു ബിസിനസ് ചെയ്ത പ്രോഫിറ്റ് നല്ല കൊടുക്കുന്നത്. അത് നമുക്ക് റിയലൈസ് ചെയ്യാനായിട്ട് പറ്റണം. അവരെപ്പോഴും ഓപ്പർച്യൂണിറ്റീനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പ്രോഡക്റ്റിന് യാതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. നമ്മളെ സംബന്ധിച്ച് പ്രോഡക്റ്റിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോജക്റ്റിനും ഇമ്പോർട്ടൻസോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇനി ഇത് തമ്മിൽ നമുക്ക് ആ ഡിഫറൻസ്, ഇങ്ങനെ ഒരു ഇല്ലീഗൽ കമ്പനി ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്, ലീഗൽ കമ്പനി ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്. ചിലപ്പം എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും ചിലപ്പോൾ വേറെ ഏതെങ്കിലും കമ്പനിയൊക്കെ ചെയ്തിട്ടുള്ളവരായിരിക്കാം ഒരു പക്ഷേ. അവിടെ നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, നമുക്കൊരു ലീഡിങ് പീസ്ഫുൾ ലൈഫ്, അല്ലെ, ഒരു സമാധാനപരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേസമയം ഒരു ഇല്ലീഗൽ കമ്പനി ആണെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, എപ്പോഴും പേടിക്കണം. മറ്റുള്ളവർ ആരെങ്കിലും ഒക്കെ കാണുന്ന സമയത്ത് അവരുടെ എമൗണ്ട് നിക്ഷേപിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളോട് ചോദ്യം വരും, എന്റെ എമൗണ്ട് എപ്പോൾ കിട്ടും. നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും, ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട ഒരു ഏണിങ് ഹാപ്പി മണി. നമ്മളൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് അത് ഗുണപ്പെട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ഹലാലായ പൈസ എന്ന് പറയും, അല്ലെ. അതായത് ഒരു ഹാപ്പി മണി എന്ന് പറയും. ചില ആൾക്കാർ പറയും ഈ പൈസ ഒതുക്കില്ല എന്ന് പറയില്ലേ. അതാണ് ഇപ്പുറത്ത് സംഭവിക്കുന്നത്. എന്താണ് ഗെറ്റിംഗ് സാഡ് മണി. നമുക്ക് ഒരിക്കലും ആ ഒരു പൈസ നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയും ഞാനില്ല ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക്. അത് അയാളുടെ അനുഭവം പറയണേ. ബ്രേക്ക് ഇൻ റിലേഷൻഷിപ്പ്, എന്റെ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ നല്ലൊരു ലീഗൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ബന്ധങ്ങൾ കൂടുകയുള്ളൂ, ഒരിക്കലും നഷ്ടപ്പെടില്ല. നമ്മുടെ പ്രദേശത്ത് നിന്ന് കെയർ ഓഫ് പോയി വലിയൊരു ടീം ആവുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. എനിക്കറിയാവുന്ന കുറെ ലീഡേഴ്സ് ഉണ്ട്, അവരുടെ അച്ചീവ്മെന്റ്സ് പുറത്തു കാണിക്കാൻ പറ്റില്ല. പുറത്ത് കാണിച്ചു കഴിഞ്ഞാല് ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ വന്ന് പിടിക്കും. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ഇതൊക്കെ ഹൈഡ് ചെയ്താണ് വെക്കുന്നത്. അവരുടെ അച്ചീവ്മെന്റ്സ് ഒന്നും ഷോ ചെയ്യില്ല. അവരൊരു വളരെ നമുക്ക് ഇത്രയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതൊന്നും പുറത്തേക്ക് കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ എന്ത് പ്രയോജനം? നമ്മളൊന്ന് ചിന്തിക്കണം. അതാണ് ഇന്ന് പല ഇല്ലീഗൽ കമ്പനികളിൽ വർക്ക് ചെയ്ത വ്യക്തികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, ഉറ്റവരോടും നമ്മുടെ കുടുംബത്തിലുള്ളവരോടും ഒക്കെ ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു അവസരം. ഇല്ലീഗൽ കമ്പനിയിലാണ് വർക്ക് ചെയ്തെങ്കിൽ നമ്മൾ നാട് വിട്ടു പോകേണ്ട ഒരു സാഹചര്യം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്, പക്ഷെ ഇതൊക്കെ സംഭവിച്ചിട്ടില്ലേ? ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളല്ലേ? അപ്പൊ ഈ ഒരു വേർതിരിവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, കാരണം ഞാൻ കുറച്ചൊന്ന് സ്പീഡിൽ പോവുകയാണ്, നമുക്ക് സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങളൊന്ന് ഓറിയന്റേഷനിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രം. ഇതെല്ലാം നമ്മളൊന്ന് സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കും. ഇതൊക്കെ കറക്റ്റ് അല്ലേ? നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളില്ലേ? ഇനി നമുക്ക് നമ്മുടെ കമ്പനിയിലേക്ക് വരാം. നമ്മുടെ നമുക്കറിയാൻ സാധിക്കും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2018 ഓഗസ്റ്റ് 9 സ്ഥാപിതമായ ഒരു കമ്പനി. നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് വരുന്നത് ബാംഗ്ലൂരാണ്. നമ്മുടെ എറണാകുളം ബേസ് ചെയ്ത് നമുക്കൊരു ഗോഡൌണും ഓഫീസും ഉണ്ട്. ഇന്ന് നമ്മളെ സംബന്ധിച്ച് സെൻട്രൽ നമുക്കറിയാൻ സാധിക്കും കൺസ്യൂമർ അഫേഴ്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. പലപ്പോഴും പല ആൾക്കാരും കമ്പനികൾ ഇഷ്ടം പോലാണ്. എനിക്ക് തോന്നുന്നത് ഏകദേശം എത്രയോ കമ്പനികൾ ഇന്ന് ലിസ്റ്റിൽ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം അവരൊന്നും ലീഗൽ കമ്പനികളല്ല. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കമ്പനി ലീഡ് ചെയ്യുന്ന എന്തുകൊണ്ട് ഇത്രയും ഗ്രോത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നു, ഇത്രയും നല്ല രീതിയിൽ ഇത് വിഭാവനം ചെയ്യാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല, ഹെഡഡ് ബൈ എക്സ്പേർട്സ്. നിരവധി എക്സ്പീരിയൻസ് ഉള്ള, അതിൽ തന്നെ നമ്മുടെ വിഷണറി ആൻഡ് ഫൗണ്ടർ ഡോക്ടർ അബ്ദുൾ അർഷാദ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. 33 വർഷമായിട്ടുള്ള ഡയറക്ട് സെല്ലിങ്ങിന്റെ ആ ഒരു പരിചയ സമ്പത്ത് നമുക്കിവിടെ എൻക്യാഷ് ചെയ്യാൻ പറ്റുന്നു, നമുക്കിവിടെ ഗുണകരമാക്കാൻ പറ്റുന്നു. നമ്മൾ തിരിച്ചറിയണം. പലരും കമ്പനി തുടങ്ങുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഇത് ഒരു തലത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ എക്സ്പീരിയൻസും
ദീർഘവീക്ഷണവും ഇല്ലാതെ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കത്തില്ല. ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷനും മിഷനോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു കമ്പനി ഇന്ന് ഏകദേശം 6 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് പോലും ഒരു പേയ്മെന്റ് തടസ്സം വന്നിട്ടില്ല, മുടക്കം വന്നിട്ടില്ല. TDS GST അതാത് സമയങ്ങളിൽ പ്രോംപ്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി. നമുക്കിതെല്ലാം വേണമെങ്കിൽ സ്റ്റഡി ചെയ്താൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു, ഇനി അടുത്ത മാസത്തോട് കൂടിയിട്ട് പുതിയ ഒരു ലിസ്റ്റ് കൂടി വരികയാണ്. അതിലെ നിയമപ്രകാരമുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പറയാണ്, ഇപ്പോ ഈ ഒരു ലിസ്റ്റ് വരാൻ പോകുന്ന സമയത്ത് 6 7 കമ്പനികൾക്ക് മാത്രമേ ഇന്ന് ആ ഒരു ലിസ്റ്റിൽ കയറി പറ്റാൻ സാധിച്ചിട്ടുള്ളൂ. അതിൽ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പ്രസന്റ് ചെയ്യുകയാണ്. അതിൽ ഒരു കമ്പനി ഓക്സിനോ ഇന്റർനാഷണൽ ബേസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നിങ്ങളും ഞാനും അടങ്ങുന്ന കമ്പനിയാണ്, നമ്മുടെ കമ്പനിയാണ്. നമ്മളിന്ന് അറിയാൻ സാധിക്കുന്നത് ലിസ്റ്റഡ് കൺസ്യൂമർ അഫയേഴ്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്യാരണ്ടീഡ് പ്രോഡക്ട്സ്, ക്വാളിറ്റിയിലൊക്കെ ഗ്യാരണ്ടിയാണ്. നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകളൊക്കെ എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് ആണ്, റിസൾട്ടാണ്, കൊടുത്താൽ റിസൾട്ടാണ്. അതുപോലെ തന്നെ വെൽനസിൽ R&D ഡിവിഷൻ വേണം, നിർബന്ധമാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് ഇല്ലാതെ ഒരു കമ്പനിക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റുകൾ മൂവ് ചെയ്യിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥ വരാൻ പോകുന്നു. അതിലൊക്കെ നമ്മളെ സംബന്ധിച്ച് കോയമ്പത്തൂര് നമുക്ക് R&D ഡിവിഷനോട് കൂടി മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് ലിസ്റ്റിലേക്ക് കുറെ കമ്പനികൾ പോകാൻ പോകുന്നു. അവർ ചെയ്യുന്നത് മാജിക്കൽ റെമഡീസ് ആണ്. അതായത് ഈ പറയുന്ന ഈ കടക്ക കച്ചവടം പോലുള്ള കാര്യങ്ങളൊന്നും ഇനി നടക്കില്ല. അതൊക്കെ മാജിക്കൽ റെമഡീസ് ലിസ്റ്റിലേക്ക് പെടാൻ പോകുന്നു. ഇതൊക്കെ നമ്മൾ മുന്നേ കൂട്ടി നമ്മൾ മനസ്സിലാക്കണം. ഇനി വരാൻ പോകുന്ന കുറെ സാധ്യതകളെ കുറിച്ച് മുന്നേ കൂട്ടി മനസ്സിലാക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ടുകൾ എടുക്കാൻ സാധിക്കുന്നത്, അച്ചീവ്മെന്റ്സുകൾ എടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ക്രിപ്റ്റോ, കോയിൻ, ഇതൊന്നും അലൗഡ് അല്ല. നമുക്ക് ഇനി നോക്കി അറിയാൻ പറ്റും. ടൂർ പാക്കേജ് പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇനി ഡയറക്റ്റ് സെല്ലിങ്ങിൽ അനുവദിക്കുന്നതല്ല. ജെനുവിൻ ആയിട്ട് R&D ഡിവിഷനോട് കൂടി മാനുഫാക്ചറിങ്ങോട് കൂടി പ്രോഡക്റ്റുകൾ ഉള്ള കമ്പനികൾക്ക് മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ളൂ. അതുപോലെ തന്നെ റീഫണ്ട് പോളിസി, 30 days ബൈബാക്ക് ഗ്യാരണ്ടി, അതുപോലെ തന്നെ കംപ്ലൈന്റ് അതോറിറ്റി സെല്ലുകളുണ്ട്. നമുക്കറിയാൻ സാധിക്കുന്ന നോഡൽ ഓഫീസേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു, ഓൾറെഡി ഉണ്ട്. ഇതൊക്കെ വളരെ നല്ല രീതിയിലുള്ള സ്ക്രൂട്ടനിങ് നടക്കാൻ പോകുന്ന ഒരു സാഹചര്യം വരുന്നു. അതുപോലെ തന്നെ മിനിമം ഒരു 10 പ്രോഡക്റ്റ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പനി റൺ ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ ഒരു പ്രോഡക്റ്റും ഒക്കെ ആയിട്ട് വന്നിട്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി ഇനി നടക്കില്ല. ഇതൊക്കെ ഇനി വരാൻ പോകുന്നു. അതുകൊണ്ടാണ് ഗോൾഡൻ ഇറ എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ അതോറിറ്റീസിന് ഞാൻ നല്ല രീതിയിലുള്ള ഒരു അഭിനന്ദനങ്ങൾ തന്നെ കൊടുക്കുകയാണ്. കാരണം ഇത്രയും നല്ല രീതിയിൽ ഇത് സ്ക്രൂട്ടനിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള റൂൾസുകളിലേക്ക് എത്തിച്ചതിന്. അതുപോലെ തന്നെ ഒരേ ഫിഗർ മൾട്ടിപ്ലൈ ചെയ്ത് മോർ ദാൻ 50% ഈസ് നോട്ട് അലൗഡ് ആണ്. നമ്മൾ മനസ്സിലാക്കണം. ചിലര് സ്കീമുമായിട്ട് വരൂലേ, 10,000 വെച്ചിട്ടോ 5,000 വെച്ച്, ഇങ്ങനത്തെ സ്കീമുകളൊന്നും നടക്കില്ല. ഡിഫറെന്റ് എമൗണ്ടുകളുടെ, അതായത് റിയലി ഉള്ള പ്രോഡക്റ്റ് പർച്ചേസ് നടക്കണമെന്ന് അർത്ഥം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന 1 2 മാസത്തിനുള്ളിൽ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പൊ ദൈവം സഹായിച്ച് ഇന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്ന 100% ഒരു കാര്യം പോലും നമുക്ക് മാറ്റി നിർത്താനില്ല. 100%ഉം പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും എത്തിയിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ നമ്മുടെ അവർ പ്രോഡക്റ്റ് യൂണിക് പ്രോഡക്ട്സ് ആണ് ഇന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ R&D ഡിവിഷനിൽ ഡെവലപ്പ് ചെയ്ത് പ്രൂവൺ റിസൾട്ടോട് കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് സാധാരണ സൊസൈറ്റിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഫോർഡബിൾ പ്രൈസുമായിട്ട്, നേരത്തെ പറഞ്ഞ പോയിന്റുകളൊക്കെ കോർത്തിണക്കി ഇത് നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇതിലൊക്കെ പറയുന്ന സമയത്ത് അത് വരുന്നുണ്ട്. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ലെവലിലേക്കാണ് മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ അടുത്ത ജനറേഷൻ നിലനിർത്താൻ പോലും സഹായകരമായിട്ടുള്ള യൂണിക് പ്രൊഡക്ട്സുകൾ, അതുപോലെ തന്നെ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ. കാരണം മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിനു വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതും ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട പ്രോഡക്റ്റുകൾ. വെൽനസിൽ ഇഷ്ടം പോലെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് അവൈലബിൾ ആണ്.
പക്ഷേ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത് കിട്ടാനായിട്ട് വളരെ അപൂർവം ചില കമ്പനികൾക്ക് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഒരു പ്രോഡക്റ്റിനൊക്കെ ന്യൂട്രാസ്യൂട്ടിക്കൽ എടുത്തിട്ട് അവരുടെ എല്ലാ പ്രോഡക്റ്റും ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയണേ. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് 15 പ്രോഡക്റ്റുകളും ഇന്ന് ഇറങ്ങിയിരിക്കുന്ന 15 പ്രൊഡക്റ്റുകളും നമുക്ക് ഇന്ന് ന്യൂട്രാസ്യൂട്ടിക്കലിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനിയും പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് തരുന്നതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തിരഞ്ഞെടുത്തിരിക്കുന്ന കമ്പനി ജെനുവിൻ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ഇൻകം സോഴ്സിനെ കുറിച്ചാണ്. എന്താണ് നിലവിൽ നമുക്ക് എടുത്തിരിക്കുന്ന ഇൻകം സോഴ്സുകൾ? മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം, 10 ടൈപ്പ് ഇൻകം ഉണ്ട്. അതിലൊന്ന് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സബ്ജക്റ്റ് ആണ്. ചാനൽ സിസ്റ്റം വഴി അല്ലെങ്കിൽ ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ വഴി നമുക്ക് 3 ടൈപ്പ് ഇൻകം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ടീം ബോണസ് ആണ്, മറ്റൊന്ന് സ്റ്റാർട്ടപ്പ് ബോണസ് ആണ്. സ്റ്റാർട്ടപ്പ് ബോണസ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്യുന്നതിനെല്ലാം നമുക്കൊരു ഇൻകം തരുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാച്ചിങ്ങിനനുസരിച്ച് ഒരു ഇൻകം തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനിയിൽ ടോട്ടൽ നടക്കുന്ന ടേൺ ഓവർ ബേസ് ചെയ്തുകൊണ്ട് ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു ഇൻകം കൂടി പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ 3 രീതിയിലുള്ള വരുമാനമാണ് നമുക്കവിടെ ചാനൽ സിസ്റ്റം വഴി, അതായത് ഒരു ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ വഴി നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ജനറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് റീപർച്ചേസ് പ്ലാൻ ആണ്. വീണ്ടും വീണ്ടും ഈ പ്രോഡക്റ്റുകൾ ആവശ്യം വരുന്നുണ്ട്. ആ പ്രോഡക്റ്റുകളൊക്കെ വീണ്ടും വീണ്ടും മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മന്ത്ലി പ്രോഫിറ്റ്, നിങ്ങളുടെ പേഴ്സണൽ പർച്ചേസിനെ ബേസ് ചെയ്തുകൊണ്ട് മന്ത്ലി പ്രോഫിറ്റ്. അതുപോലെ തന്നെ 19 കംപ്രസ്ഡ് ലെയർ ഇൻകം. നിങ്ങളുടെ ടീം ഫോം ചെയ്യുന്ന സമയത്ത് 19 കംപ്രസ്ഡ് ലെയർ എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ടീം വരും. അവിടെ നമുക്ക് 1 രൂപ വെച്ച് കൂട്ടിയാൽ പോലും 1 ലക്ഷം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, 1 ലക്ഷം രൂപ ഇൻകമാണ് വെറും റീപർച്ചേസിലൂടെ മാത്രം. അതുപോലെ തന്നെ റിവാർഡ്സ്, നമ്മൾ ഓരോ പൊസിഷൻ കയറുന്നതിനനുസരിച്ച് 2000 രൂപ ഗോൾഡ് തുടങ്ങി നമുക്ക് 10 കോടി രൂപ വരെയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ വരെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നു. സൂപ്പർ ബൈക്ക് വാങ്ങാനുള്ള ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നു. കാറ് വാങ്ങാനുള്ള ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നു. വില്ല വാങ്ങാനുള്ള ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഏകദേശം റിവാർഡുകൾ തന്നെ നമുക്ക് ഇന്നൊരു വ്യക്തി എന്താണോ ലൈഫിൽ വരുമ്പോൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടാൻ സാധിക്കുന്നു. അതുകൊണ്ട് അടുത്ത ഒരു ഇതാണ് ഡെവലപ്മെന്റ് ഇൻകം. ടീമിനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു ആർപിക്ക് 5 രൂപ വെച്ച് മാറ്റി വെച്ചുകൊണ്ട് ഈ പറയുന്ന DI അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുകയും ആ ഡെവലപ്മെന്റ് ഇൻകത്തിന് അർഹതയായ വ്യക്തികൾക്ക് എല്ലാ മാസവും ഒരു ടീം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻകം സോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റോയൽറ്റി പോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻകമാണ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ. അത് കഴിഞ്ഞാൽ അത് വലിയൊരു റോയൽറ്റിയിലേക്ക് മാറുകയാണ്. അതാണ് ഗ്ലോബൽ റോയൽറ്റി. ഗ്ലോബൽ റോയൽറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു 8ാമത്തെ പൊസിഷൻ തൊട്ട് നമുക്ക് ഗ്ലോബൽ റോയൽറ്റിയിലേക്ക് കടക്കാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കലി റീപർച്ചേസ്. അതിനാണ് നമ്മളിപ്പോൾ സ്മാർട്ട് ഇ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പ്രോഫിറ്റ് റെഡീം വാലറ്റ്, നിങ്ങൾ എടുക്കുന്ന ഓരോ പർച്ചേസിനും നിങ്ങൾക്ക് അതേ എമൗണ്ട് തന്നെ റെഡീം ചെയ്തുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ആയിക്കോട്ടെ, നമ്മൾ ചാനൽ പാർട്ണർഷിപ്പിൽ വരുന്ന ഓരോ ഷോപ്പിൽ നിന്നുമൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ 100 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 36 രൂപ ടാക്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 40 രൂപ കഴിച്ചിട്ട് 60 രൂപ പേയ്മെന്റ് ചെയ്താൽ മതിയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു. അപ്പൊ ഇത്രയും 10 ടൈപ്പുള്ള ഒരു ഹ്യൂജ് ഇൻകം പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഒരു ആപ്ലിക്കേഷന്റെ പേരാണ് സ്മാർട്ട് ഇ ഷോപ്പ്. അവർ എക്സ്പെൻഡിച്ചർ ഈസ് അവർ ഇൻകം. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇത് എല്ലാവരെ കൊണ്ടും ഡൗൺലോഡ് ചെയ്യിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്മാർട്ട് ഇ ഷോപ്പിൽ കൂടി നമുക്ക് ആമസോൺ പോലുള്ള ആപ്ലിക്കേഷനിൽ കയറി സാധനം വാങ്ങാൻ സാധിക്കും. നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ ആമസോണിൽ ആമസോൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വരുമാനം ലഭിക്കാൻ പറ്റുന്ന ഒരു അവസരം. അതിൻ്റെ അകത്ത് കുറേ സബ്ജക്റ്റ് ഉണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ അത് ഡീറ്റെയിൽ ചെയ്യുന്നില്ല. എന്നാലും ജസ്റ്റ് ഒരു അറിവിലേക്കായിട്ട് പറയുക, നിങ്ങളുടെ വീടിനടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് സാധനങ്ങൾ, സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, ബേക്കറി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഏതൊക്കെ സംവിധാനങ്ങളാണോ നമ്മുടെ ചാനൽ പാർട്ണർഷിപ്പിലേക്ക് വരുന്നത്, അവിടുന്ന് എല്ലാം വാങ്ങുമ്പോൾ ഒരു പോയിന്റ് ആഡ് ആവുകയും അതിനനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സംവിധാനം. അതാണ് സ്മാർട്ട് ഇ ഷോപ്പ് എന്ന് പറയുന്നത്. ആ ആപ്ലിക്കേഷന്റെ ലാഭത്തിന്റെ 75% നമ്മളിലേക്ക് തന്നെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു ആപ്ലിക്കേഷൻ അതാണ് സ്മാർട്ട് ഇ ഷോപ്പ്. നമുക്ക് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ വളരെ സന്തോഷമാണ് അല്ലേ? കാരണം യുവാക്കളെ, ചെറുപ്പക്കാരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു വ്യക്തിത്വം അല്ലേ, അബ്ദുൽ കലാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണമെന്ന് ആവർത്തിച്ച് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു തന്നൊരു വ്യക്തി.
അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഡ്രീംസിന് വളരെ നിങ്ങൾ ഓരോരുത്തരും കാണണം. നമ്മൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഇത്രയിലേക്കൊക്കെ നമുക്ക് എത്താൻ സാധിക്കും എന്നൊക്കെയുള്ള ഇടുങ്ങിയ ചിന്താഗതിയുടെ അവിടുന്ന് മാറ്റിക്കൊണ്ട് നിങ്ങൾ ഉയർന്ന് ചിന്തിക്കൂ, വലിയ വലിയ സ്വപ്നങ്ങൾ കാണൂ, നമുക്ക് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ നമുക്ക് നല്ലൊരു ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യാം? ഫസ്റ്റ് ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു ഒരു മിഡ് ടൈം ഗോളൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് എങ്ങനെ ഒരു കോടീശ്വരനായി മാറാം. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാനിപ്പോ ഈ പ്രോജക്റ്റിലേക്ക് കടന്നു വന്നു, ഒരു പർച്ചേസ് ചെയ്തുകൊണ്ട് എൻ്റെ ഐ ഡി ആക്റ്റീവ് ആക്കി, ഞാൻ എന്ത് ചെയ്യണം? വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങളെ സംബന്ധിച്ച് ട്രൈനോഡ് ഓപ്ഷൻ അത് ആദ്യം, ഇപ്പൊ സിംഗിൾ നോഡ് എടുത്തവരാണെങ്കിൽ ഇന്ന് തന്നെ ട്രൈനോഡിലേക്ക് അത് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ട്രൈനോഡ് എന്ന് പറയുന്ന 3 നോഡുകൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. U1, U2, U3 എന്ന് പറയുന്ന 3 ID നിങ്ങളുടെ ആണെന്ന് നിങ്ങൾ ഒന്ന് അസ്യൂം ചെയ്യുക. ഇങ്ങനെ 3 ID നമ്മളുടെ തന്നെ ആണെങ്കിൽ നമുക്ക് 4 വ്യക്തികളെ ഡയറക്റ്റ് ഈ ബിസിനസ്സിലേക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് കൊണ്ടുവരാം. അതാണ് നിങ്ങളുടെ ടീമിന്റെ തുടക്കം. അവിടെ അവര് ട്രൈനോഡ് എടുത്താണ് വരുന്നതെങ്കിൽ 4 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വെച്ച് ട്രൈനോഡ് എടുത്ത് വന്നു കഴിഞ്ഞാൽ ഏകദേശം 120 റിവാർഡ് പോയിന്റ് അവിടെ കയറിയിട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആദ്യത്തെ നോഡായിട്ടുള്ള U1 1200 രൂപയാണ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ക്ലബിലെ ഇൻകം. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് പർച്ചേസിൽ കടന്നു വരുമ്പോൾ നമുക്ക് 5 ക്ലബ്ബുകളിലേക്കാണ് എൻട്രി കിട്ടുന്നത്. അതിൽ ആദ്യത്തെ ക്ലബ്ബാണ് സ്റ്റാർട്ടപ്പ് ക്ലബ്. അതിൽ 1200 കിട്ടുന്ന അതേ പ്രവൃത്തി വേറെ ഒന്നും ചെയ്തിട്ടില്ല. ട്രൈനോഡിന്റെ ഏറ്റവും വലിയ സവിശേഷം എന്ന് പറയുന്നത് ഒരേ നമ്പർ ഓഫ് സെയിൽസ് വെച്ചുകൊണ്ട് ഇൻകം നേരെ ഡബിൾ ചെയ്യിക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും, U2 600 രൂപ ഇൻകം വന്നിട്ടുണ്ട്, U3 600 രൂപ ഇൻകം വന്നിട്ടുണ്ട്. ഇതാണ് റിയൽ ഒരു ബിസിനസ്സുകാരന്റെ സ്ട്രക്ചർ വരേണ്ടത്. നമ്മൾ അറിഞ്ഞോ അറിയാതെ കടന്നു വന്നപ്പോൾ ചിലപ്പോൾ സിംഗിൾ നോഡൊക്കെ എടുത്തിട്ടായിരിക്കും വന്നേക്കുന്നെങ്കിൽ പോലും ഇത് അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അതിനനുസരിച്ചുള്ള രീതിയിൽ സിംഗിൾ എഫേർട്ടിൽ ഡബിൾ ഇൻകം കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേ സമയം പ്രീമിയത്തിലേക്ക് ഇത് ഓട്ടോമാറ്റിക് കൺവേർഷൻ, ഞാൻ അതിലേക്ക് വരാം. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ പറഞ്ഞ ഈ ആദ്യത്തെ ഒരു ലെവല് സ്ട്രക്ചർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഇത് എന്തിലേക്ക് മാറുന്നുണ്ട്, അടുത്ത ക്ലബ്ബുകളിലേക്ക് കൺവേർട്ട് ആവുമ്പോൾ 1200 കിട്ടിയ അതേ സ്ഥാനത്ത് 12000 രൂപ ഇൻകം കിട്ടും. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക് അപ്ഡേഷൻ നടക്കും. അതുപോലെ തന്നെ 600 രൂപ കിട്ടിയ സ്ഥാനത്ത് 6000 രൂപ ഉണ്ടാവും. അതുപോലെ തന്നെ അടുത്ത U2 U3 6000 വെച്ചുണ്ടാവും. മില്യനും പ്ലാനിലേക്ക് എത്തുന്ന സമയത്ത് ഈ പറയുന്ന 12000 എന്നുള്ളത് 1,20,000 രൂപയായിട്ട് മാറും. എന്ത് സംഭവിക്കുമ്പോൾ ഈ സെയിം നിങ്ങൾ കൊണ്ടുവന്ന ഈ 4 ഡയറക്ടർ റെഫറിലുള്ള വ്യക്തികൾ, എന്തിനധികം പറയുന്നു, നിങ്ങളുടെ ട്രൈനോഡ് ഉൾപ്പെടെ U2 U3 പ്രീമിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴും ഇതേ ഇൻകം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇനി ഈ 4 വ്യക്തികൾ ഇതേ സിസ്റ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേഷൻ നടത്തി ഒരു 16 ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് എത്തുമ്പോൾ 480 RP. ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓരോ സ്റ്റേജിലും കിട്ടുന്ന ഇൻകമാണ് കാണിച്ചിരിക്കുന്നത്. 4800 രൂപയാണ് ആ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് നടക്കുമ്പോൾ ലഭിക്കുന്നത്. ഏറ്റവും U1 എന്ന് പറയുന്ന ഐഡിയയിൽ. U2 U3 2400 രൂപ വെച്ച് ഇൻകം ഉണ്ട്. അതേപോലെ തന്നെ അത് ഇതേ സെയിം ഇത് പ്രീമിയത്തിലേക്ക് അടുത്ത ക്ലബിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. 48,000 രൂപ നമ്മുടെ U1 എന്ന് പറയുന്ന ഐഡി കിട്ടുമ്പോൾ 24,000 രൂപ U2 24,000 രൂപ U3 ലഭിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ മില്ലേനിയം ക്ലബിലേക്ക് കടക്കുമ്പോൾ നമ്മൾ 4,80,000 രൂപയാണ്. 2,40,000 2,40,000 U1 U2 U3 ഉണ്ടാവും. ഇത് തന്നെ അടുത്തൊരു സ്റ്റെപ്പ് കൂടെ ഡ്യൂപ്ലിക്കേഷൻ നടന്നാൽ 64 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആകും. നമ്മുടെ RP എന്ന് പറയുന്നത് 1920 RP ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഈ പറയുന്ന ഓരോ സ്റ്റെപ്പ് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അവിടുത്തെ നമ്മുടെ ഇൻകത്തിന്റെ ഹൈ ഒരു പൊട്ടൻഷ്യലേക്ക് പോകുന്നതാണ്. സുഹൃത്തുക്കളെ, നമ്മൾ അറിയണം, നമ്മൾ ആ സമയത്ത് ഒരു പക്ഷേ പുതിയൊരു എൻട്രി കൊണ്ടുവന്നിട്ടായിരിക്കില്ല ഈ ഇൻകം കിട്ടുന്നത്. മറിച്ച് നിലവിലുള്ള വ്യക്തികൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഇൻകത്തിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് പ്രീമിയത്തിലേക്കും മില്യനിയത്തിലേക്കും എല്ലാം കൺവേർട്ട് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടപ്പ് ബോണസ് എന്ന് പറഞ്ഞാൽ 50 രൂപ കിട്ടിയെടുത്ത് നമുക്ക് 500 രൂപ കിട്ടും. അതിന്റെ ഒക്കെ നമുക്ക് അടുത്ത ഇതിലൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കാൻ സാധിക്കും. അടുത്ത 2 സ്റ്റേജ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 1 ഡേ സീലിംഗ് നമുക്ക്
ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ക്ലബിൽ 5000 രൂപയും, അതുപോലെ തന്നെ സിംഗിൾ നോഡിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ, 5000 രൂപയും, അതുപോലെ തന്നെ 20,000 രൂപയും 2 ലക്ഷം രൂപയും ഈ 3 ക്ലബ്ബുകളിലാക്കി നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 1 മന്ത് സീലിംഗ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ അല്ലെ, 5000 രൂപ വെച്ചിട്ട് 30 ദിവസം വന്നാൽ 1.5 ലക്ഷം രൂപ. അതുപോലെ തന്നെ പ്രീമിയത്തിൽ എത്തുമ്പോൾ 6 ലക്ഷം രൂപ, മില്യനത്തിൽ എത്തുമ്പോൾ 60 ലക്ഷം രൂപ. ഇനി അത് ട്രെയിനോടാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളെ സംബന്ധിച്ച് 1.5 ലക്ഷം രൂപ കിട്ടുന്ന സ്ഥാനത്ത് 4.5 ലക്ഷം രൂപ കിട്ടും. അതുപോലെ തന്നെ 6 ലക്ഷം കിട്ടുന്ന സ്ഥാനത്ത് 18 ലക്ഷം രൂപ കിട്ടും. അതുപോലെ തന്നെ 1.8 CR വരെ നമുക്ക് എടുക്കാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഡിഡക്ഷൻ കഴിഞ്ഞാൽ പോലും, അതായത് ആ ഡിഡക്റ്റഡ് ആയിട്ടുള്ള എമൗണ്ട് അടുത്തടുത്ത പ്ലാറ്റിനത്തിലേക്ക്, പ്രീമിയത്തിലേക്കും അതുപോലെ തന്നെ മില്യനത്തിലേക്കും ഒക്കെ പോകുന്ന എമൗണ്ട് കഴിച്ചാൽ പോലും നമുക്കുണ്ടാകുന്ന വരുമാന സോഴ്സിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ 5 ക്ലബ്ബുകളും ആക്ടിവേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു എമൗണ്ട് പോലും കട്ടിങ്ങിലേക്ക് മാറുന്നില്ല. ട്രഷർ പ്ലാനിലേക്കുള്ള കട്ടിങ് അവിടെ അവസാനിച്ചു. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ എല്ലാ 5 ക്ലബ്ബുകളിലും നമുക്ക് നിരന്തരം വരുമാനം കിട്ടുന്ന ലെവലിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിനേക്കാളും മനോഹരമായിട്ട് കാര്യത്തിലേക്കാണ് അടുത്ത സബ്ജക്ട് പോകുന്നത്. അത് റീപർച്ചേസ് ആണ്. ഇന്ന് ഓക്സിയുടെ പ്രൊഡക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു 3 പ്രൊഡക്റ്റ് എങ്കിലും ഒരു ഫാമിലിയിൽ ആവശ്യമാണ്. അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്താൽ ഒരു ചെറിയൊരു കണക്ക്, 1 ലക്ഷം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് 10 കസ്റ്റമേഴ്സിനെ വെച്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 11 ലക്ഷം കസ്റ്റമേഴ്സായി മാറുകയാണ്. ഒരു പ്രോഡക്റ്റ് മാസം വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും നമുക്ക് 1 കോടി RP ടോട്ടൽ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ 10 കോടി രൂപ ഇൻകം എടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം, അത് താഴത്തെ ലിസ്റ്റ് നമുക്ക് നോക്കി അറിയാൻ സാധിക്കും. ഈ പറയുന്ന 10 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷത്തിൽ നിന്ന് 50,000-ഉം 10,000-ത്തിലേക്ക് എത്തി വേണ്ട 100 ഡിസ്ട്രിബ്യൂട്ടർ തുടങ്ങുമ്പോൾ വരെ നമുക്കുള്ള ആ കാൽക്കുലേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു സബ്ജക്റ്റ് അല്ല, ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു മുമ്പായിട്ട് ഒരു തുടക്കക്കാരെ സംബന്ധിച്ച്, കാരണം ഇതൊരു ഓറിയന്റേഷൻ ആണെന്ന് പറഞ്ഞു, തുടക്കക്കാരെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു 7 സ്റ്റെപ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിൽ ഒന്നാമത്തത് പ്രിപ്പയർ എ ലിസ്റ്റ് ആണ്. നമ്മൾ ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ മടി കാണിക്കരുത്. ചില ആൾക്കാർ പറയും എനിക്ക് ഫോണിലുണ്ട്, ഞാൻ ഫോണിൽ. നിങ്ങൾ ഒരു കല്യാണത്തിന്, നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ കല്യാണത്തിന് ക്ഷണിക്കാനായിട്ട് നിങ്ങൾ ഫോണിലെ ലിസ്റ്റ് എടുത്ത് വിളിച്ചു നോക്കിയോ, ആ കല്യാണം കഴിയുമ്പോൾ നിങ്ങളുടെ പകുതി ബന്ധം അവിടെ പോയിട്ടുണ്ടാവും. കാരണം പലരോടും പറയാൻ വിട്ടു. ഇതേപോലെ തന്നെ നല്ലൊരു ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് പലരും മിസ്സാവും. കുറച്ച് കഴിഞ്ഞ് നമ്മൾ പ്രോഗ്രാമിനൊക്കെ സ്റ്റേജിൽ കാണുമ്പോൾ ക്യാപ്റ്റൻ അടിച്ചു വന്നു എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഇതെന്റെ ബ്രദർ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മളെ സംബന്ധിച്ച് അത് നമ്മൾ ഇപ്പോഴേ തന്നെ അത് ശീലിക്കണം. അതുപോലെ തന്നെ സെലക്ട് ആൻഡ് ഇൻവൈറ്റ്, ഈ ഒരു 7 ഘടകങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ തന്നെ ഗ്രോത്ത് ഹൈ ആണ്. നമ്മൾ ഇൻവിറ്റേഷൻ പഠിക്കണം, അറിയാൻ പാടില്ലേ പഠിക്കണം. എങ്ങനെയാണ് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ലിസ്റ്റിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നത്, ഇത് നമ്മൾ പഠിക്കണം. നിങ്ങൾ ഈ പ്രോജക്റ്റിൽ കൊണ്ടുവന്ന വ്യക്തിക്ക് അറിയാൻ പാടില്ലേ, അതിന് തൊട്ടുമുകളിൽ അറിയാവുന്ന വ്യക്തികളുണ്ട്, അവരിലേക്ക് നിങ്ങൾ റീച്ച് ചെയ്യണം. അതൊന്നും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ കയറി പഠിക്കണം. അതുപോലെ തന്നെ ഈ പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മനോഹരമായി പഠിക്കണം. ഫോളോ അപ്പ് എങ്ങനെയാണ് ഇതിനെ പിന്നീട് അവരെ കാണുന്ന സമയത്ത് എന്താണ് സംസാരിക്കേണ്ടത്. പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യണം. എന്താണ് നമ്മുടെ പ്രോഗ്രസ്, ഓരോ ആഴ്ചയിലും നമ്മുടെ പ്രോഗ്രസ് എന്താണ് അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ, കമ്മിറ്റ്മെന്റ്, ഈ 7 ഘടകങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൽ പ്രിപ്പയർ എ ലിസ്റ്റ് വേറെ ഒന്നുമില്ല, നിങ്ങൾ ഒരു മുൻവിധിയും കൂടാതെ നിങ്ങളുടെ അറിവിലുള്ള വ്യക്തികളുടെ എല്ലാം പേര് നിങ്ങളുടെ ലിസ്റ്റിൽ കയറുക എന്നുള്ളതാണ്. അതിനെ നിങ്ങളുടെ ഒരു അറിയാവുന്ന വ്യക്തിയുടെ സഹായത്തോടു കൂടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം അവരെ ഇൻവൈറ്റ് ചെയ്യേണ്ട 3 സ്റ്റെപ്പിലായിരിക്കണം. ഒരു ടൈസൺ ഫോർമുല, 3 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഒരു പ്രോഗ്രാമിലേക്കോ ഇത് ഇൻവിറ്റേഷൻ നമ്മൾ നടത്തുന്ന സമയത്ത് മിനിമം ഒരു 5 ദിവസം മുന്നേ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇൻവൈറ്റ് ചെയ്യണം. കാരണം ഇന്ന് വളരെ തിരക്കേറിയ ജീവിതത്തിലെ ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവർക്കും തിരക്കുകൾ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒരു 5 ദിവസം മുന്നേ എങ്കിലും അവരുടെ ഡേറ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഒരു 2 ദിവസം മുന്നേ ഒന്ന് റിമൈൻ കോൾ കൊടുക്കണം, അവരെ ഒന്ന് വിളിക്കണം. ഇന്ന പോലെ വിട്ടുപോകരുത്, ഞായറാഴ്ച ഇന്ന പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്ന പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ദിവസം ഒന്ന് മീറ്റ് ചെയ്യണം. ഇതെല്ലാം ഒന്ന് റിമൈൻഡ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഒരു 6 മണിക്കൂർ മുമ്പെങ്കിലും ഒന്ന് കൺഫേം ചെയ്യണം.
എന്തായി, അവരുടെ എങ്ങനെയാണ് വരുന്നത്, ഏത് രീതിയിലാണ്, എവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റും, ഹോളിലേക്കാണോ വരുന്നത് അല്ലെങ്കിൽ എവിടെയാണ്, നേരിട്ട് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചുള്ള ഈ 3 കാര്യങ്ങൾ, 3 സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം ഈ പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യത്തിലാണ്. പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ചെറിയ പ്ലാനാണ് അല്ലേ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ എല്ലാ കാര്യവും പഠിപ്പിക്കാൻ പോകണ്ട കേട്ടോ. ഇപ്പൊ ഈ പറയുന്ന 10 ഇൻകവും പഠിപ്പിക്കാനൊന്നും പോകണ്ട. നിങ്ങളൊരു പുതിയൊരു വ്യക്തിയെ സംബന്ധിച്ച് 10 ഇൻകം ഉണ്ടെന്ന് പറയുക, ഇന്നതാന്ന് ജസ്റ്റ് പറയുക. അതിനുശേഷം അതിലെ ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ മാത്രം പറയുക. അവരെ കൺഫ്യൂസ്ഡ് ആക്കരുത്. അപ്പൊ അങ്ങനെ പ്ലാൻ പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഡ്രസ് കോഡ്. ഇപ്പൊ എനിക്കൊക്കെ പണ്ടൊരു അനുഭവം ഉണ്ട്. തൊട്ടടുത്തൊരു ഒരു ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഹോം മീറ്റിംഗ് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഹോം മീറ്റിംഗ് വെച്ച സമയത്ത് അവിടെ ആളുടെ വീട്ടിൽ ആള് കൈലിമുണ്ടൊക്കെ കൊടുത്താണ് നിൽക്കുന്നത്. ഡ്രസ് കോഡ് പ്രോപ്പർ ആയിരിക്കണം. തൊട്ടടുത്ത വീട്ടിൽ പ്ലാൻ പറയാൻ പോയാൽ പോലും നമ്മുടെ ഡ്രസ് കോഡ് പെർഫെക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുപോലെ നല്ല രീതിയിലുള്ള ഒരു ഓർഗനൈസിങ്, നമ്മൾ ഒരിടത്തേക്ക് പ്ലാൻ പറയാൻ കയറുന്ന സമയത്ത് അവിടെ 1 to 1 ആണ് പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ആ സീറ്റൊക്കെ അറേഞ്ച്മെന്റ്സ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഓർഗനൈസ് ചെയ്യണം. നമ്മൾ അത് കണക്കാക്കി വേണം. അതായത് കസ്റ്റമർക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ അവരുമായിട്ട് ഫേസ് ചെയ്യാൻ പറ്റുന്ന അതിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. നമുക്ക് ഫിസിക്കലി അത് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു എന്താ പറയുക, ബോഡി ലാംഗ്വേജ്, കോൺഫിഡൻറ്റോട് കൂടിയുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആയിരിക്കണം. നമ്മളെ വളരെ പേടിച്ച് വിറച്ചൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ സംശയം ചോദിച്ച് കൊല്ലുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ അറിയാം അവരുടെ കോൺഫിഡൻസ് എന്താണ്, കണ്ണു നോക്കി അറിയാം കോൺഫിഡൻസ് എന്താണെന്നുള്ളത്. വളരെ നമുക്ക് നോളജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസ് കൂടുന്നുള്ളതാണ് മറ്റൊരു സത്യം. ചെന്നുടനെ ചെന്നിട്ട് കാര്യം പറയരുത്. ചെന്നുടനെ തന്നെ ഞങ്ങൾ വന്ന് അങ്ങനെയല്ല, അവരുമായിട്ടൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്ലാൻ പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അത് അരമണിക്കൂർ നീണ്ടുപോകരുത്. റാപ്പ് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല. വേണമെങ്കിൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഞാൻ ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്താണ് എൻ്റെ വീട്, ഞാൻ ഈ പ്രോജക്റ്റിൽ ഇത്ര സമയമായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് റാപ്പ് ബിൽഡ് ചെയ്യാം. അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട്, സാർ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് സാറ് ബോൺ ആൻഡ് ബോട്ട് ഇവിടെ തന്നെയാണോ, ഇങ്ങനെയൊക്കെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് അറിയാവുന്ന സബ്ജക്റ്റ് മാത്രമേ കൂടുതൽ സംസാരിക്കാവുള്ളൂ. ജസ്റ്റ് റാപ്പ് ബിൽഡ് ചെയ്യുക, അവരുമായിട്ട് ഒരു താളത്തിൽ എത്തുന്ന സമയത്ത് നമ്മുടെ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എക്സ്പ്ലെയിൻ ദ ബിസിനസ് പ്ലാൻ, ഇമ്പോർട്ടൻസ് ഓഫ് പൊസിഷൻ. പ്ലാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായ തുറന്ന് ജസ്റ്റ് ചോദിക്കണം, ജസ്റ്റ് ഗൂഗിൾ പേ ആണോ അല്ലെങ്കിൽ ക്യാഷ് ആണോ, ഡയറക്റ്റ് ചോദിക്കണം. അവിടെ മടി കാണിക്കരുത്. അതുപോലെ തന്നെ അവര് പിന്നെ ആട്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് പൊസിഷന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കണം. സാർ ഇതുകൊണ്ട് എന്റെ ലിസ്റ്റിൽ 100 പേരുണ്ട്, ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. സാർ ഇപ്പൊ ഇവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ടീമിന്റെ ഒരു സപ്പോർട്ട് കിട്ടും. ഈ സാധ്യതകളെ കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ പ്രീവിയസ് എൻട്രി ഡീറ്റെയിൽസുകൾ കാണിക്കാൻ പറ്റണം. നമ്മൾ ഗൂഗിൾ പേ ചെയ്ത സ്ലിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ടോ സാർ, ഇന്നലെ വന്നതാണ്, ഇന്നലെ ഒരു 12 സെയിൽ കണ്ടോ, അത് 1999 തുടങ്ങി ഇന്ന എമൗണ്ട് ഒക്കെ കാണിച്ചു കൊടുക്കണം. ഇതൊക്കെ സീയിങ് ഈസ് ബിലീവിംഗ് എന്നാണ്. നമ്മൾ അതിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ അവര് അപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ട് ബിസിനസ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത അവിടെ തുറന്നു വരികയാണ്. ഇത് നമ്മൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ സൈനപ്പ് ആൻഡ് പേയ്മെന്റ്, ഞാനത് പറഞ്ഞു, ക്യാഷ് ചോദിക്കുന്ന കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ 2 കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. സ്റ്റാർട്ട് അന്നേരം ചെയ്തിട്ടില്ല എങ്കിൽ ഫോളോ അപ്പിന് വളരെ പ്രാധാന്യമുണ്ട്. അത് ടൈംലി ഫോളോ അപ്പ് വെറുതെ തോന്നിയ പോലെ ചെയ്തത്. നിങ്ങളൊരു ബുക്കില് നിങ്ങളുടെ ഡേറ്റ് ഉള്ള ഒരു ഡയറി നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഡേറ്റ് ഉള്ള ഡയറി. അതിൻ്റെ അകത്ത് എക്സാമ്പിൾ, ഒരാളെ നമുക്ക് പ്ലാൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ 24 മണിക്കൂറിനകം ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സെയിൽസ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത 50% ആയിട്ട് കുറയും. അതുപോലെ തന്നെ അതിനുശേഷം ഒരു 3 days കഴിയുമ്പം നമ്മൾ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. അത് പ്രൊഡക്റ്റ് കൊടുത്തതാണെങ്കിലും ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നവരാണെങ്കിൽ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു റെഗുലർ ഇന്റർവെൽ വേണം. ചില ആൾക്കാർക്കുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, രാവിലെ പോയി പറഞ്ഞു, ഉച്ചയ്ക്ക് വീണ്ടും പറഞ്ഞു, വൈകിട്ട് വീണ്ടും പറഞ്ഞു, അവരെ വെറുപ്പിച്ചു കളയും. ദയവ് ചെയ്ത് അത് ചെയ്യാൻ പാടില്ല. ഒരു ടൈമിൽ കറക്റ്റ് ആയിട്ട് അങ്ങോട്ടും അധികം ആകാൻ പാടില്ല, ഇങ്ങോട്ടും അധികം ആകാൻ പാടില്ല. ഒരു നാക്കിൽ ഈ പറയുന്ന ഫോളോ അപ്പ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ പ്രോഗ്രസ് ഇവാലുവേഷൻ. നിങ്ങൾക്കൊരു ചെറിയ ടീമൊക്കെ ആയി, ഒരു 3-4 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ ഒന്ന് ഇരിക്കണം. ജസ്റ്റ് ഒരു കോഫിയൊക്കെ കുടിച്ച് ഒന്ന് ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്, അതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി,
അതിപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളെ കൂടെ വിളിച്ചിരുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കൂടെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും, നിങ്ങളുടെ ടീമിന് അത് കൊടുക്കാൻ സാധിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം തന്നെ ഡ്യൂപ്ലിക്കേഷന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഡ്യൂപ്ലിക്കേഷൻ നടന്നില്ല എങ്കിൽ നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് അല്ല ചെയ്യുന്നത്, മറിച്ച് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഡ്യൂപ്ലിക്കേഷൻ വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വർക്ക്ഷോപ്പ്, ഇപ്പൊ ഈ പോലെ NDT, ഫിസിക്കൽ NDTകൾ കൊടുക്കാം. അതുപോലെ NDOസിൽ മാക്സിമം ടീമിനെ കയറ്റാം. അതുപോലെ തന്നെ എല്ലാ അവയർനെസ്സുകളും നമ്മൾ ഈ പറയുന്ന എന്താണ് ഇൻട്രസ്റ്റഡ് ഇന്നിപ്പോ കേട്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ പ്രോപ്പർ ഒരു സിസ്റ്റം, അതായത് നമ്മൾ ടീം ബിൽഡിംഗ് തുടങ്ങി അല്ലെ, ടീമിനെ ബിൽഡ് ചെയ്യണം. ആ ടീമിനെ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ചുള്ള ഓരോരോ സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4 ലെറ്റർ APHC. സൂചിപ്പിക്കുന്ന വേറൊന്നുമില്ല, എയിം. നിങ്ങൾക്കൊരു വ്യക്തമായ ഒരു ലക്ഷ്യമുള്ളവർക്ക് വിജയത്തിൽ എത്താൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ എന്താണ്, ആറ്റിറ്റ്യൂഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. ഒരു വലിയൊരു ബിസിനസ്സുകാരൻ ചിന്തിക്കുന്ന, ഒരു എന്റർപ്രണർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നമുക്ക് ആ കഴിവില്ലെങ്കിൽ ആ കഴിവ് പതുക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് AP എന്ന് പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. പല ആൾക്കാർക്കും പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഇപ്പൊ നടക്കണം എല്ലാ കാര്യങ്ങളും. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് വളരെ ക്ഷമയോടുകൂടി, ക്ഷമയെന്ന് പറയുന്നത് വളരെ അതുപോലെ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് ഹോണസ്റ്റി ആയിരിക്കണം. നമ്മൾ സത്യസന്ധന അല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല, ടീം കൂടെ നിൽക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ കറക്റ്റ് ആയിരിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ നല്ല കാര്യം, ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ കമ്മിറ്റ്മെന്റ്. ഒരു 2 വർഷക്കാലം ഒരു 25 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ബിസിനസ്സുകാരന്റെ മനോഭാവത്തോടു കൂടി നിങ്ങൾക്ക് ഇത് തുടരാൻ സാധിച്ചാൽ വളരെ വലിയ നേട്ടങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അതുകൊണ്ട് ഈ കേട്ട വ്യക്തികളെല്ലാവരും തന്നെ, നിങ്ങൾക്ക് ഏത് പ്രായമായിക്കോട്ടെ, അത് 18 വയസ്സായിക്കോട്ടെ, 25 വയസ്സായിക്കോട്ടെ, 45 വയസ്സായിക്കോട്ടെ, ഇനി 60 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇത്രയും കാലം നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ബെനിഫിറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ലൈഫിലെ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഏതായാലും ഇത്രയും മഹത്തരമായ ഒരു ആശയത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ കടന്നു വന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് നേടുവാൻ വേണ്ടി, അതൊക്കെ സാഫല്യമാകണമെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടർ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അറിഞ്ഞ കാര്യങ്ങൾ സ്വയം ചെയ്യുവാനും പ്രവർത്തിക്കുവാനും കഴിയുമെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇതിൽ കൂടി നമുക്ക് സ്വായത്തമാക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് വളരെ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്ന സുജു സാറിന് നമ്മുടെ എല്ലാവരുടെയും ഒരു ഡിജിറ്റൽ ക്ലാപ്പ് കൊടുക്കേണ്ടതാണ്. അതേപോലെ ഇത്രയും നേരം നമ്മൾക്ക് എല്ലാ 220-ലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഇതിൽ നിന്ന് അസോസിയേറ്റ് ചെയ്തത്. അപ്പൊ അവരെയും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നന്ദി വാക്ക് അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ചിങ്ങമാസ പുലരി മുതൽ അങ്ങോട്ട് ഓരോ ദിവസവും നമുക്ക് നല്ല നല്ല രീതിയിൽ ഈ ബിസിനസ് മുന്നോട്ട് നയിക്കാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു രാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം സൈൻ ഔട്ട് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.